ആവർത്തന പുസ്തകം അതിൻ്റെ 33-ാം അധ്യായം 13 മുതൽ വാക്യങ്ങൾ ഒന്ന് ഓടിച്ചു വായിച്ചാൽ യോസേപ്പിനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യോസേപ്പിനോടുള്ള വലിയ വ്യത്യസ്തമായ സമൃദ്ധമായ അനുഗ്രഹങ്ങളുടെ വലിയൊരു നിര പരിശുദ്ധാത്മാവോട് വെളിപ്പെടുത്തി തരിക. പ്രൈസ് ദി ലോർഡ്. ആ അനുഗ്രഹങ്ങളുടെ നിര എബനേസർ എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമീൻ നൽകി തരുന്നതായിട്ടാണ് ഒരു വാക്യത്തിൽ ദൈവാത്മാ നമ്മോട് സംസാരിച്ചത്. അന്ന് സംസാരിച്ച ഒരു വാക്യം ഇതാണ്, ആമീൻ, മുൾപ്പടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം. പ്രൈസ് ദി ലോർഡ്. അതിനെപ്പറ്റി അല്പശക്തമായി ദൈവാത്മാ നമ്മോട് ഇടപെടുകയുണ്ടായി. 2026 എബനേസർ എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുവാൻ പോകുന്നത് മുൾപ്പടർപ്പിൽ വസിച്ചവന്റെ അനുഗ്രഹം. മുൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന് മുൾപ്പടർപ്പ് കത്താതെ അതിന്റെ നടുവിൽ ഒരു മോശയെ പുറത്തെടുത്തു കൊണ്ടുവന്ന അവന്റെ അനുഗ്രഹം അവൻ നമ്മുടെ മേൽ ചൊരിയുന്ന അനുഗ്രഹ വർഷത്തിന്റെ ആമീൻ ആ അനുഗ്രഹം മാറി പ്രാപിച്ചെടുക്കുന്ന വർഷമായി തരുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവക്കരങ്ങളിൽ ഏൽപ്പിക്കും. അതിനോടുള്ള ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിലും അവൻ ജോസഫിന്റെ അനുഗ്രഹങ്ങൾ ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ അഴവേറിയ ദൈവിക മർമ്മങ്ങൾ ധാരാളം രണ്ടിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്ന 49-22 നമ്മൾ വായിക്കുന്ന ഇതാണ്, ജോസഫ് ഫലപ്രദമായ ഒരു ജോസഫ് ഈസ് എ ഫ്രൂട്ട്ഫുൾ വൈൻ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. ഫലപ്രദമായ ഒരു മുന്തിരിവള്ളിയാണ്. പ്രൈസ്. ഫലപ്രദമായ, അതായത് ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാണ് ജോസഫ് എന്ന് പറയുന്നത്. പ്രൈസലോ. 2026 നമ്മൾ ഫലം കായ്ക്കുന്ന വൃക്ഷമായി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മിൽ കൂടി ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസലോ. അവൻ ഫലം കായ്ക്കുന്നത് 2 രീതിയിലുണ്ട്. പ്രൈസലോ. ഒന്ന്, നല്ല ഫലം കായ്ക്കുന്നുണ്ട്. 2, ആമീൻ, ഹല്ലേലൂയ, സ്തോത്രം, മോശമായ ഫലം കായ്ക്കുന്ന വൃക്ഷമുണ്ട്. 3, ഫലം കായ്ക്കാത്ത വൃക്ഷമുണ്ട്. ഇങ്ങനെ 3 രീതിയിൽ ഫലത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വന്നാൽ യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ആമീൻ, ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും അപ്പോൾ 2 രീതിയിലുള്ള ഫലമുണ്ട്. 1, നല്ല ഫലമുണ്ട്. 2, മോശമായ ചീത്തയായ ഫലമുണ്ട്. പ്രൈസ്. നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തുവെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കായ്ക്കുവാൻ. യോഹന്നാന്റെ സുവിശേഷം 15:16 നിങ്ങൾ പോയി ഫലം കായ്ക്കുവാനും ആ ഫലം നിലനിൽക്കുവാനും അത്രേ ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കും. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഫലമുള്ളവരായി തരുവാൻ, 2026 ഫലമുള്ള ദൈവസഭയായി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ജോസഫ് ആമീൻ എങ്ങനെയുള്ള ഫലമായിരുന്നു? ഫലപ്രദമായ, ആമീൻ, ഫ്രൂട്ട്ഫുൾ വൈനായിരുന്നു. ഫലമുള്ള, ആമീൻ, ഒരു വൃക്ഷമായിരുന്നു ജോസഫ്. ആമീൻ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആമീൻ, അവിടെയും കാണുന്നുണ്ട് കായ്ക്കാത്ത ഫലം, ഇല്ലേ? 13:9 മേലാൽ കായ്ച്ചില്ലെങ്കിലോ, ആമീൻ, 3 വർഷം ഫലം തിരക്കി വന്നു. പക്ഷെ എന്ത് ചെയ്തു? 3 വർഷത്തിലും ഫലമില്ല. അങ്ങനെയല്ലേ അവന്റെ മുകളിലത്തെ വാക്യത്തിൽ വായിക്കുക. തോട്ടക്കാരൻ ഫലം തിരക്കി വന്നില്ലേ? ഫലം തിരക്കി വന്നപ്പോൾ 3 വർഷവും ഫലമില്ല. അപ്പോൾ 3 രീതിയിലുള്ള ഒരു വൃക്ഷത്തെ നമ്മൾ, 1, ഫലം കായ്ക്കാത്ത ഒരു വൃക്ഷം. 2, ഫലം കായ്ക്കുന്ന വൃക്ഷം. ഫലം കായ്ക്കുന്ന വൃക്ഷം തന്നെ 2 രീതിയിൽ ഫലം കായ്ക്കും. 1, ആകുന്ന ഫലം കായ്ക്കുന്ന വൃക്ഷം. 2, ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷം. പ്രൈസ്. അപ്പോൾ ഈ ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷവും ഫലം കായ്ക്കാത്ത വൃക്ഷവും രണ്ടും ഒരേ കാറ്റഗറിയിൽപ്പെട്ടതാണ്. 2ന്റെയും അനുഭവം ദൈവാത്മ പറയുന്നത്, യോഹന്നാൻ പറയുന്നത്, പ്രൈസലോ, കായ്ക്കാത്ത ഫലമൊക്കെയും വെട്ടിത്തീയിൽ നിന്ന്, അങ്ങനെയല്ലേ വായിക്കുന്നത്. പ്രൈസലോ. ഇവിടെ 13-ാം അധ്യായത്തിലും പറയുന്നു, തോട്ടക്കാരൻ പറയുന്നു, അവൻ ഫലം കായ്ക്കാത്തത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഇതിനെ വെട്ടിക്കളയാൻ പോവുകയാണ്, ഇല്ലേ? അപ്പോൾ ഫലം കായ്ക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. കായ്ക്കുന്ന ഫലം എങ്ങനെയുള്ള ഫലമായിരിക്കണം? പ്രയോജനമുള്ള ഫലം ആയിരിക്കണം. ഹല്ലേലൂയ. അതാണല്ലോ നമ്മൾ പാടുന്നത്. പ്രൈസ്. കാട്ടൊലിവായിരുന്ന് എന്നെ നാട്ടൊലിവോട് അവൻ ഒട്ടിച്ചു. എന്തിനു വേണ്ടി? സൽഫലം കായ്ച്ചുലഞ്ഞിടുവാൻ, വല്ലവൻ ഉല്ലാസമായി മാറുവാൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് കാട്ടൊലിവായിരുന്ന
നമ്മള് നാട്ടൊലി ബോർഡ് ഒട്ടിച്ചുവെങ്കിൽ അതിന്റെ പുറകിൽ ദൈവിക പദ്ധതി എന്ന് പറയുന്നത് അവയിൽ നമ്മുടെ ദൈവത്തിന് അവ ഉല്ലാസം ഉളവാകത്തക്ക നിലവാരത്തിൽ നല്ല ഫലം കായ്ക്കുന്നവരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ കൂടി ആഗ്രഹിക്കും. ആവർത്തന പുസ്തകം 22-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഈ 13-6 കൂടി വായിച്ചാട്ട്, ലൂക്കോസിന്റെ 13-6 വായിച്ചാട്ട്. ആദ്യം ലൂക്കോസ് 13-6. അവൻ ഈ ഉപമ അവരോട് പറഞ്ഞു, ഒരുത്തിന് തന്നെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന മുന്തിരിത്തോട്ടത്തിൽ നട്ടിടുന്ന ഒരു അത്തിവൃക്ഷം. മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിയാണ് നടുന്നത്, അവിടെ അത്തിവൃക്ഷം നടുവാൻ പാടില്ലെന്ന് ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. മുന്തിരിത്തോട്ടത്തിൽ വായിച്ചു, വേറൊരു വക വിത്തും ഇടരുത്. അപ്പൊ മുന്തിരിത്തോട്ടത്തിൽ എങ്ങനെ ഈ അത്തിവൃക്ഷം കടന്നു വന്നു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ചിന്തിക്കണമേ, മുന്തിരിത്തോട്ടത്തിൽ മുന്തിരി വൃക്ഷമാണ് നടന്നത്. മുന്തിരിയുടെ ഫലമാണ് മുന്തിരിത്തോട്ടത്തിൽ ഉണ്ടാകേണ്ടത്. ആ മുന്തിരി ഫലത്തെ ക്ഷീണിപ്പിക്കുന്ന യാതൊന്നും അതിന്റെ ഉള്ളിൽ കടന്നു വരുവാൻ പാടില്ല. ആമേൻ. എങ്കിലും ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, മുന്തിരിത്തോട്ടത്തിൽ എന്ത് കാണുന്നു? ഒരു അത്തിവൃക്ഷം കാണുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ 22:9 തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മുന്തിരിത്തോട്ടത്തിൽ ഇൻകേസ് ഒരു അത്തിവൃക്ഷം നട്ടെന്നിരിക്കട്ടെ, വേറൊരു വിത്ത് വീടെന്നിരിക്കട്ടെ, അങ്ങനെ ഒരു വിത്ത് വീണാൽ ആമേൻ, അതിനൊരു ഓപ്ഷൻ ദൈവാത്മ കൊടുത്തിട്ടുണ്ട്. അതിനെ തകർത്ത് കളയുവാനോ ഇല്ലാതെയാക്കി കളയുവാനോ മുടിച്ചു കളയുവാനോ അല്ല, പിന്നെയോ ആ ഫലം എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് പ്രയോജനം. അങ്ങനെ വായിക്കും. 22:9 വായിച്ചാട്ടാ. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേറൊരു വിത്ത് വിടരുത്. അങ്ങനെ ചെയ്ത് അത് വളർന്നു വന്നാൽ അത് ഫലമായി മാറിയാൽ എന്ത് സംഭവിക്കണം? അത് വിശുദ്ധ മന്ദിരം വകയ്ക്ക് ചേർന്ന് പോകും. ഇന്ന് പോയി മനസ്സിലാക്കണം, ദൈവത്തിന്റെ ഇതില് ദൈവസഭ എന്ന് പറയുന്നത് മുന്തിരിത്തോട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്നും ഈ മുന്തിരിത്തോട്ടത്തിൽ വരുവാൻ ഒരു അർഹതയുമുള്ളവരായിരുന്നില്ല. യഹോവയാം ദൈവത്തിന്റെ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് സാക്ഷാൽ യഹൂദജനമാണ്. പ്രൈസ് ദി ലോർഡ്. ആ യഹൂദജനം എന്ന മുന്തിരിത്തോട്ടത്തിനുള്ളിൽ ഞാനും നീയും എന്ന അത്യാവശ്യം കടന്നു വരുവാൻ ഒരു സാധ്യതയും ഉള്ളതായിരുന്നില്ല. എന്നാൽ എങ്ങനെയോ തമ്പുരാന് കണ്ണ തോന്നി ഈ മുന്തിരിത്തോട്ടത്തിൽ നമ്മെ കൊണ്ട് എത്തിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കണ്ണ തോന്നി. അവൻ ഈ മുന്തിരിത്തോട്ടത്തിൽ വരുവാൻ അർഹതയില്ലെങ്കിലും യോഗ്യതയില്ലെങ്കിലും നമ്മൾ ഇതിനുള്ളിൽ വന്നു. ഇനി നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെട്ടിക്കളയുകയല്ല ചെയ്യുക, തകർത്ത് കളയല്ല ചെയ്യേണ്ടത്. പിന്നെ എന്തുവാ ചെയ്യുന്നത്? ദൈവാത്മ പറയുന്ന ഓപ്ഷൻ ഉണ്ട്, വിജയത്തിന്റെ വഴിയുണ്ട്. ഈ മുന്തിരിത്തോട്ടത്തിൽ വന്നത് ആമേൻ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് കാരണമായി മാറാൻ ഈ അമ്പരനെ കൊണ്ടുവന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയോ കടന്ന് എന്നെ പറിച്ചെടുത്ത് ഇതിന് നടുവിൽ നട്ടുവെങ്കിൽ ദൈവത്തിന് അനുഗ്രഹമായി മാറണം, ദൈവത്തിന് പ്രയോജനകരമായി മാറണം, ദേവാലയത്തിന് ആമേൻ മന്ദിരത്തിന് ഒരു അനുഗ്രഹമായി മാറണം. അങ്ങനെ മന്ദിരത്തിന് പ്രയോജനമായി മാറേണ്ട സ്ഥാനത്ത് 3 പ്രാവശ്യം പ്രൈസ് ദി ലോർഡ് ഫലം തിരക്കി വന്നു. 3 വർഷമില്ല, അങ്ങനെയല്ല ഇവിടെ ഇരിക്കുന്നത്. ഇത് മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഒരു യോഗ്യതയുള്ളതല്ല, ഒരർഹതയുള്ളതല്ല, ഇസ്രായേൽ പൗരതയോട് ഒരു സംബന്ധവും ഇല്ലാതിരുന്ന നമ്മെ ഇതിന്റെ നടുവിൽ കരുണയാൽ കൃപയാൽ കൃപയാൽ അത്രേ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നെ ഇതിനുള്ളിൽ കൊണ്ടുവരുവാൻ കാരണം തോന്നിയ ദൈവത്തിന്റെ കൃപ, ആ കൃപയാൽ എന്നെ ഇതിന്റെ നടുവിൽ കൊണ്ടുവന്നിട്ട് ആമേൻ ഒന്നും കഴിക്കുവാൻ പറ്റാത്തവരെ, ഒന്നും ചെയ്യുവാൻ പറ്റാത്തവരെ, ദൈവരാജ്യത്തിന് ഒരു പ്രയോജനവും ഇല്ലാതെ ഇരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇന്ന് പോലെ പറയുന്നു, 2026 ഫലം കായ്ക്കുന്ന വൃക്ഷമായി എന്നെ നിന്നെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ എനിക്ക് കിട്ടിയ കൃപയ്ക്കനുസരിച്ച്, എനിക്ക് തന്ന താലന്തുകൾ പ്രയോജനപ്പെടുത്തുവാൻ, എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച്, എനിക്ക് തന്ന ശക്തിക്കനുസരിച്ച് അവർ പ്രസംഗിക്കുന്നത് പോലെ ഞാൻ പ്രസംഗിക്കണ്ട, അവർ പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ പ്രാർത്ഥിക്കണ്ട, അവർ ആരാധിക്കുന്നത് പോലെ ഞാൻ ആരാധിക്കണ്ട. എനിക്കൊരു കൃപ തന്നിട്ടുണ്ട്. എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് ഈ മുന്തിരിത്തോട്ടത്തിൽ ഈ അത്തിവൃക്ഷത്തിൽ ചില ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ അടിയനെ തന്നെ ദൈവകരങ്ങളെ സമർപ്പിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ. 1-ാമത്തെ വർഷം വന്നു, ഫലം തെരഞ്ഞു വന്നു, കണ്ടില്ല. 2-ാമത്തെ വർഷം വന്നു. വേറെ ഒരിക്കൽ യേശു അതുവഴി കടന്നു പോയപ്പോൾ അത്തിവൃക്ഷത്തിന്മേൽ ഫലം കാണും എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ നോക്കി. യേശുവിന് വിശുന്നല്ലേ എഴുതിയിരിക്കുന്നത്? ആമേൻ. യേശു എന്ത് ചെയ്തു? 2026 ശാപത്തിന്റെ വർഷമല്ല, ശാപത്തെ അഴിക്കുന്ന വർഷമാണ്.
കെട്ടുന്ന വർഷമല്ല, കെട്ടുകൾ അഴിക്കുന്ന വർഷമാണ്. രോഗികളാകുന്ന വർഷമല്ല, രോഗത്തെ മാറ്റുന്ന വർഷമാണ്. പ്രശ്നങ്ങൾ വരുന്ന വർഷമല്ല, പ്രശ്നങ്ങളെ മാറ്റുന്ന വർഷമാണ്. ഈ ഫലം കായ്ക്കുവാൻ വിളിച്ചിറക്കിയ നമ്മളില്ലേ, നമ്മളെ തെരഞ്ഞെടുത്തതിനെ ഫലം കായ്ക്കാനാണ്. തെരഞ്ഞെടുത്ത് അന്ന് തന്നെ നമ്മുടെ താലന്തുകൾ കൈമാറിയിട്ടുണ്ട്. അവരവർക്കറിയാം അവരവർക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകളെന്ന്. എല്ലാവർക്കും ഒരേ താലന്തല്ല കൊടുത്തിരിക്കും, വ്യത്യസ്തമായ അളവിലുള്ള താലന്തുകൾ കൊടുത്തിട്ടുണ്ട്. ആ താലന്തുകൾ എന്താണെന്ന് അവർക്ക് നല്ലതുവണ്ണം അറിയാം. ദൈവത്തിന്റെ പേരിൽ ആ താലന്തുകൾ ദൈവാത്മ നമുക്ക് കൈമാറിയിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന നമുക്കാണ് ദൈവാത്മ നൽകി തന്നത്. അപ്പോൾ ഒന്നാമത്തെ വർഷം വന്നിട്ട് നമ്മളൊന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പിന്നെയും നിർത്തിയിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേര് കൃപ, അതിൻ്റെ പേരാണ് മഹാദയ. നമ്മളോടുള്ള കരുണ യേശുവിന്റെ നാമത്തിൽ അവന്റെ കരുണ തീർന്നു പോകാതെ ഇന്ന് നിർത്തിയിരിക്കും. രണ്ടാമത്തെ വർഷവും കരുണ നമ്മുടെ പേരുണ്ടായിരുന്നു, മൂന്നാമത്തെ വർഷവും കരുണ നമ്മുടെ പേരുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ഇന്ന് ഈ 2026 കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ കൃപ ലഭിച്ചതിന്റെ പുറകിൽ ഒറ്റ കാര്യമുള്ളൂ. നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു നല്ല മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഉള്ളതിനാൽ ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിവസത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഉയർത്തുവാൻ എനിക്ക് കൃപ ലഭിച്ചോ, അതിനെ കേൾക്കുവാൻ നിങ്ങൾക്ക് കൃപ ലഭിച്ചോ, ദൈവസഭയ്ക്ക് കൃപ ലഭിച്ചോ, അതിന്റെ പുറകിൽ പറയുവാൻ ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിന്റെ മഹാദയ 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 മഹാകൃപ ഒന്ന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, ആമേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണ കാണിക്കുന്ന ദൈവമേ, ഫലം കായ്ക്കുവാൻ ഒരു കൃപ എന്റെ വീട്ടിൽ പകർന്നു തരുമാറാകുകയാണെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. യശയ്യാപ്രവചനം നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു ഫലമുണ്ടല്ലേ. ആമീൻ, ഹല്ലേലൂയ സ്തോത്രം. കാട്ടുമുന്തിരിയിലെ എന്താ കായ്ച്ചതോ കാട്ടുമുന്തിരി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിലും നല്ലത് കായ്ക്കാതെ ഇരിക്കുന്നതായിരുന്നില്ലേ. ദൈവത്തിൻ്റെ പേരിലെ നമ്മുടെ വാക്കുകൾ, പ്രവർത്തികൾ, സംസാരങ്ങൾ, കൊടുക്കവാങ്ങലുകൾ, ആമീൻ, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടാതെ, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ മറുപടി കൊടുക്കാതെ, ആവശ്യമില്ലാത്ത വിഷയങ്ങളുടെ മധ്യത്തിൽ കടന്നു എന്ന് ആമീൻ ഹല്ലേലൂയ സ്തോത്രം ദൈവകൃതമില്ലാത്ത വാക്കുകൾ നാവിൽ കടന്നു വരാതിരിക്കുവാൻ, കാട്ടുമുന്തിരി നമ്മുടെ നാവിൽ നിന്ന് വരാതിരിക്കുവാൻ, കാട്ടുമുന്തിരി നമ്മുടെ കാതുകളിൽ കേൾക്കാതെ ഇരിക്കുവാൻ, കാട്ടുമുന്തിരി നമ്മുടെ കണ്ണുകളിൽ കാണാതെ ഇരിക്കുവാൻ, ആമീൻ അപ്പന പ്രയോജനമുള്ള ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ ദൈവാത്മാവിന്റെ കൃപ നമ്മുടെ മേൽ പകരേണ്ടതിനായി ഇന്ന് പൽക്കാലം നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുക. എന്നാൽ ഈ തലത്തിലായിരുന്നല്ല യോസഫ് എങ്ങനെയുള്ളതായിരുന്നു? അവൻ എന്തെല്ലാം പോരുകളുണ്ടായി, വില്ലാളികൾ എയ്തു, എന്നിട്ടും കാട്ടുമുന്തിരി അവൻ കായ്ച്ചില്ല. എന്നിട്ടും പ്രയോജനമില്ലാത്ത മുന്തിരി അവൻ കായ്ച്ചില്ല. എന്നിട്ടും നമുക്ക് നിസ്സാര വിഷയം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ പറ്റാതെ വണ്ണം, ഓസിപ്പാൻ പറ്റാതെ വണ്ണം, ആമീൻ, നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാതെ ഇരിക്കത്തക്കവണ്ണം നമ്മൾ പറയുന്ന ഉപാധികൾ ധാരാളമുണ്ട്. എന്നാ പ്രൈസോ, വില്ലാളികൾ എന്നെ എയ്തു. പ്രൈസോ, എനിക്ക് നേരെ നിൽക്കാൻ പോലും പറ്റാതെ വണ്ണം പ്രശ്നങ്ങളായിരുന്നു. പിന്നെ എന്തൊക്കെ വില്ലാളികൾ എന്ത് ചെയ്തു? വിഷമിപ്പിച്ചു, എയ്തു. ദൈവത്തിന്റെ പേരിലെ എയ്തൊക്കെ വിഷം പുരട്ടി അമ്പുകളായിരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇവർ ലക്ഷ്യം ആമീൻ ഹല്ലേലൂയ തെറ്റാത്തവരായിരുന്നില്ല, വളരെ ലക്ഷ്യത്തോടുകൂടി ചെയ്തതായിരുന്നു. എന്നാൽ ഇവന്റെ അടുക്കൽ വരാതെ അവനെ സൂക്ഷിച്ചുറപ്പോട് നിർത്തിയ ഒരു വല്ലവന്റെ ഭുജമുണ്ട്. 33 ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ടും വലിയൊരു നിരയ പരിശുദ്ധാത്മാവ് ഓരോന്നും നിന്ന് വിശദീകരിക്കുവാൻ സമയമില്ല. 13 വാക്യത്തിൽ വായിക്കുന്നു, ആമീൻ, ആകാശത്തിലെ വിശിഷ്ട സ്വർഗത്തിന്റെ വിലപ്പെട്ട വസ്തുക്കൾ, കാലോചിതമായ ഒരു മഴയും മഞ്ഞും. സ്തോത്രം സ്തോത്രം. കാലഘട്ടത്തിനാവശ്യമായ മഴ, കാലഘട്ടത്തിനാവശ്യമായ മഞ്ഞ്, ഏറ്റവും പ്യുവറായിട്ടുള്ള, ഒറിജിനലായിട്ടുള്ള, മായമില്ലാത്ത,
സ്വർഗീയ കൃപകൾ ഉയരത്തിൽ നിന്ന് പകർന്ന് 2026 ഈ ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ. അവന്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഒരു അനുഗ്രഹത്തിന്റെ നിറവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് കൈമാറുമ്പോൾ ഹല്ലേലൂയ എവനെസറി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ സഭയെ പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുന്ന അനുഗ്രഹത്തിന്റെ നിറവിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അവ കുന്നുകളുടെയും മലകളുടെയും ഫലപുഷ്ടമായ അനുഭവങ്ങൾ അവയെ തന്നെ ജനത്തിന്റെ നടുവിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവ വിലപ്പെട്ട വസ്തുക്കൾ, കണ്ണിന് മറഞ്ഞു കിടക്കുന്ന അനുഭവങ്ങൾ ഈ 2026 ജനുവരി മാസത്തിൽ തന്റെ ജനത്തിന്റെ കണ്ണുകൊണ്ട് മറഞ്ഞിരിക്കുന്ന പലതുമുണ്ട്. അത് പുറത്തു വരാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. യേശു അതൊരു വാഗ്ദത്തമായി ഇന്ന് പൽക്കാലം ഏറ്റെടുത്താട്ട് നിന്റെ കുടുംബത്തിൽ അത് വെളിപ്പെടാൻ പോവുക. അത് തലമുറയായി വെളിപ്പെടാൻ പോവുക, നന്മയായി വെളിപ്പെടാൻ പോവുക, അനുഗ്രഹമായി വെളിപ്പെടുകയാൻ പോവുകയാണ്. ആത്മീക മഴയായി വെളിപ്പെടാൻ പോവുക. ഉയരത്തിലെ നന്മകൾ, ഉയരത്തിലെ അനുഗ്രഹങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠകരമായി ഉയരത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് ആത്മീക നന്മകളാണെന്ന്, ആത്മീയ അനുഗ്രഹങ്ങളാണെന്ന് പരിശുദ്ധാത്മ ഇന്ന് പൽക്കാലം പറയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഏറ്റവും ശ്രേഷ്ഠകരമായത് ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. കണ്ണിന് മുന്നിൽ മറഞ്ഞിരിക്കുന്നത്, കണ്ണിന് മുന്നിൽ മറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലോചിതമായ ഒരു മഴ, ഒരു സീസണബിൾ റെയിൻ തന്റെ ജനത്തിനെ വെളിപ്പെടുത്താൻ പോവുക. സഖരിയ പ്രവചനത്തിന്റെ 10 വായിക്കുന്നതിലേക്ക് പോകണ്ട. 10 വായിക്കുന്നു, അവി മുൻമഴയും പിന്മഴയും തക്ക കാലത്ത് പെയ്യേണ്ടതായ വിത്ത് പുറപ്പെടുവിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. വിത്ത് വിതയ്ക്കുമ്പോൾ ആവശ്യമായ മഴയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മുളകൾ പുറത്തു വരേണ്ടതിന് ആവശ്യമായ മഴ. ആമീൻ. അത് അതിലെ വിളവാകുമ്പോൾ അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മഴ. എബനേസർ എന്ന നടുവിൽ കിങ്സിൽ നിന്ന് രാത്രി തന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിലെ നിങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളില്, തലമുറകളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളില്, നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളില് കാലോചിതമായ മഴ സമയാസമയങ്ങളിൽ നൽകി തന്ന് തന്റെ ജനത്തെ ആദരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ, 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 അത് ഏത് തലത്തിൽ വെളിപ്പെടണമോ അത് വെളിപ്പെടുത്തുവാൻ അവൻ ശക്തനാണ്. നിന്ന് വൽക്കാലം തിരിച്ചറിയുന്ന ദൈവസഭയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 14 വാക്യത്തിൽ വായിച്ചേ. സൂര്യനാൽ ഉളവാകുന്ന ആകാശഗോളങ്ങളുടെ ഒരു സ്വാധീനം തന്റെ ജനത്തിന് പ്രതികൂലമായല്ല വരുന്നത്, അത് വിശിഷ്ട ഫലങ്ങളായി മാറുവാൻ യേശുവിന്റെ നാമത്തിൽ. ഉഷ്ണത്തിന്റെ കാറ്റ് പലർക്കും ഭാരമായി മാറുമ്പോൾ, ഇടിമിന്നലുകൾ പലർക്കും ഭാരമായി മാറുമ്പോൾ, വെള്ളപ്പാച്ചിലുകൾ പലർക്കും ഭാരമായി മാറുമ്പോൾ, തകർന്ന് അലച്ച് പെയ്തിറങ്ങുന്ന മഴ പലർക്കും ഭാരമായി മാറുമ്പോൾ, എന്തിന് ജീവൻ പോലും അപകടത്തിൽപ്പെടുമ്പോൾ എവനെസറിൽ പ്രാർത്ഥിക്കുന്ന ദൈവസഭയോട് പറയട്ടെ, ആകാശമണ്ഡലങ്ങളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം അയക്കുന്ന കാലാവസ്ഥകൾ ദൈവ ജനത്തിന്റെ നന്മയുമായി ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകത്തക്ക നിലവാരത്തിൽ, നിന്റെ നന്മയിൽ സ്വാധീനം ചെലുത്തത്തക്ക നിലവാരത്തിൽ അപ്പനായ യാക്കോബിനെ അനുഗ്രഹിക്കുമ്പോഴും 49, 25 നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെയും നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 49, 25 വായിച്ചാൽ നിന്റെ പിതാവിന്റെ ദൈവത്താൽ മുകളിലും ഒരുപാട് പ്രോമിസുകൾ ദൈവാത്മ കൈമാറിയിട്ട് പറയുകയാണ്, ഇതിന്റെ പുറകിലെല്ലാം വ്യാപരിക്കുന്നത് നിന്റെ പിതാവിന്റെ ദൈവത്താൽ. യാക്കോബിന്റെ ദൂത് ഞാൻ പറയുന്നു, അനുഗ്രഹത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നു. എന്നാൽ അനുഗ്രഹം എൻ്റെ കരങ്ങളിലല്ല, അനുഗ്രഹം സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളാണ്. ഇന്ന് പൽക്കാലം നിങ്ങളോട് ദൂത് പറയുവാൻ എന്നെ നിയോഗിച്ചാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ദൂതിന്റെ നിവർത്തീകരണം ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഇന്ന് പൽക്കാലം തിരിച്ചറിഞ്ഞ് സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദൈവവചനമാണെന്ന് മനസ്സിലാക്കി ആ വചനം ഒന്ന് ഏറ്റെടുക്കുവാൻ, ആ വചനം ഒന്ന് മുറുകെ പഠിക്കുവാൻ പരിശുദ്ധാത്മ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ആ ദൈവകരങ്ങളെ സമർപ്പിച്ചിരുന്നവർക്കാൾ ഏൽപ്പിക്കാൻ. 25 വാക്യം. നിന്റെ പിതാവിന്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും,
അവൻ മീതെ ആകാശത്തിലും ആകാശത്തിന്റെ അനുഭവങ്ങൾ, അതായത് ആത്മീയ അനുഗ്രഹങ്ങൾ. അതാണ് കൊലോസ്യ ലേഖനം 3:1 വായിക്കുന്നത്. നിങ്ങൾ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിക്കും. സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ, ഭൂമിയിൽ നിന്നുള്ള ഭൗതിക തലങ്ങളിലെ അനുഭവങ്ങൾ, ഈ രണ്ടിനെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാ തൊടാൻ പോകുക. ആത്മീയ അനുഗ്രഹം മാത്രമല്ല, ഒരു ദൈവവേദിയിലെ ഭൗതിക അനുഗ്രഹങ്ങളും വേണം. ഒന്നിനോടൊന്ന് യോജിക്കത്തക്ക രീതിയിൽ ദൈവാത്മീയതിനെ രണ്ടിനെയും തൊടാൻ പോകുക. അതിനെ വായിച്ചു. അവൻ നിന്നെ സഹായിക്കും. ഗർഭത്തിന്റെയും സ്തനങ്ങളുടെയും അനുഗ്രഹങ്ങൾ. കുട്ടികൾ സുരക്ഷിതമായി ജനിക്കുകയും സ്നേഹത്തോടെ പോഷിപ്പിക്കുകയും ചെയ്യത്തക്ക നിലവാരം ഒരനുഗ്രഹം ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവിനെയും കൈമാറുക. യേശുവിന്റെ നാമത്തിൽ ദൈവസഭയിൽ പുതിയ കുട്ടികൾ ജനിക്കാൻ പോകുക. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ തലമുറകൾ ദൈവസന്നിധിയിൽ വരാൻ പോകുക. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പരിപോഷിക്കത്തക്കവണ്ണം ഹല്ലേലൂയ ആമേൻ അവളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട സ്ഥലങ്ങളുടെ അനുഭവങ്ങൾ, ആമേൻ ഹല്ലേലൂയ ഗർഭത്തിന്റെ അനുഭവങ്ങൾ, എന്തെല്ലാം അനുഭവങ്ങൾ ഏതെല്ലാം മണ്ഡലങ്ങളിൽ വെളിപ്പെടണമോ അവിടെ എല്ലാം ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. തലമുറകൾക്ക് വേണ്ടി കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് കാലം ദൈവങ്ങളെ ഏൽപ്പിച്ചാൽ അതൊരു അനുഗ്രഹമാണ്. ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മ നൽകി തരുന്ന അനുഗ്രഹമാണ്. തലമുറകൾ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. വാഗ്ദത്തം ദൈവസഭയിൽ നിറവേറാൻ പോകുക. പ്രാർത്ഥിക്കുന്നതിലെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. 1 പത്രോസിന്റെ ലേഖനം 1-23 വാക്യം വായിച്ചാൽ അവിടെ നമ്മൾ വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. മായമില്ലാത്ത ദൈവവചനമെന്ന വായിച്ചു. 1:23 വായിച്ചു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ ചില പുതുജനനങ്ങൾ സംഭവിക്കാൻ പോകുക. ഇതുപോലെ കലവർ ആമേൻ പറയാമോ? എവനെസ്റ്റിൽ ചില പ്രിയപ്പെട്ടവർ കടന്നു വന്ന് ദൈവവചനത്തിന്റെ ശക്തിയാൽ, ദൈവവചനത്തിന്റെ സ്വാധീനതയാൽ ആമേൻ ഹല്ലേലൂയ ചില പുതുജനനങ്ങൾ സംഭവിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ. അതിന് 2:2 1 പത്രോസിന്റെ ലേഖനം 2:2 വായിക്കുന്നു. അതിനു വേണ്ടി മായമില്ലാത്ത ദൈവവചനം എന്ന പാൽ കുടിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ ഒരു ആത്മീക ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ആത്മാവിന്റെ വചനമെന്ന ദൈവവചനമെന്ന അവയെ പാൽ ദൈവജനത്തിന് കൈമാറുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ ഒരു ആത്മീക ജീവിതത്തിന്റെ വളർച്ച വെളിപ്പെടാൻ പോകുക. പുതിയ 33-ാം അധ്യായം അതിന്റെ 15-16 കൂടി മാത്രം വായിച്ചിട്ട് അവസാനിപ്പിക്കുക. 15-16 സമയത്ത് അവന്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അടുത്ത വാക്യം. അടുത്ത വാക്യം. അവിടെ 3 കാര്യങ്ങൾ ദൈവം എടുത്തു പറയുന്നു. സഹോദരന്മാരുടെ ഇടയിൽ അവനുള്ള അധികാരം, ശത്രുക്കളോടുള്ള അവന്റെ ശക്തിയും അവരെ ജയിക്കുന്നതിലെ വിജയത്തിന്റെ വഴികളും. 3 അവന്റെ ജനത്തിന്റെ വലിയ സംഖ്യ. 17-ാം വാക്യങ്ങൾ 3 കാര്യങ്ങൾ ദൈവാത്മ എടുത്തു പറയുന്നു. സഹോദരന്മാരുടെ ഇടയിൽ അവനുള്ള അധികാരം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവന്റെ അധികാരം എന്തെന്ന് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുമ്പോൾ അധികാരത്തോടെ ചിലത് കൽപ്പിക്കുവാൻ അഹാബിന്റെ കൊട്ടാരത്തിൽ കടന്ന് ഏലിയാവ് കൽപ്പിച്ചതുപോലെ അന്ധകാര ശക്തി ആത്മാവിൽ കണ്ടുകൊണ്ട് വിട്ടോപിശാചി അവനെ സ്വതന്ത്രമാക്കുക, അവളെ സ്വതന്ത്രമാക്കുക, ആ കുടുംബത്തെ സ്വതന്ത്രമാക്കുക, ആ തലമുറയെ സ്വതന്ത്രമാക്കുക എന്ന് ആത്മാവിൽ കൽപ്പിക്കുള്ള ഒരു അധികാരം ദൈവജനത്തിന്റെ നാവിന്മേൽ ദൈവാത്മ പകരുന്ന വർഷമത്രയെന്ന് ഈ 2026 ആരംഭത്തിൽ ദൈവസഭയെ നോക്കി, കുടുംബങ്ങളെ നോക്കി ആത്മാവ് ദൂത് പറയുമ്പോൾ വിശ്വാസത്തോടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ശത്രുവിനെ ജയിക്കുന്ന വർഷമാണ്, ശത്രുവിനെ വിജയം കൈവരിക്കുന്ന വർഷമാണ്, പരാജയപ്പെടുന്ന വർഷമല്ല, വിജയം കൈവരിക്കുന്ന വർഷമാണ്, ജനത്തിൽ വലിയ വർധനമുണ്ടാകുന്ന വർഷമാണ്. സഭ വർദ്ധിക്കാൻ പോകുക, കുടുംബങ്ങൾ വർദ്ധിക്കാൻ പോകുക, തലമുറകൾ വർദ്ധിക്കാൻ പോകുക. എനിക്ക് സ്ഥലം പോരാതെ
തക്കവണ്ണം അവയെ പുതിയ ഹാളുകൾ തിരക്കത്തക്ക നിലവാരത്തിൽ അവയെ ദൈവസഭയിൽ വർദ്ധനമുണ്ടാകുവാൻ പോകുന്ന പക്ഷമത്രയെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുമ്പോൾ ഉൾപ്പടപ്പിൽ വകിനാലിൽ വസിച്ചവന്റെ പ്രസാദം ഈ ജനത്തിന്റെ നടുവിൽ വ്യാപരിക്കുമ്പോൾ ഈ പറയപ്പെട്ടിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങള് ഭൗതിക തലത്തിന്റെ വിജയങ്ങള് ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത് വിജയത്തിന്റെ അനുഭവങ്ങള് ജീവിതത്തിൽ കടന്നു വരുന്ന അവയെ വളർച്ചയുടെ അനുഭവങ്ങള് ജീവിതത്തിൽ കടന്നു വരുന്ന അവയെ അധികമരത്തിന്റെ അനുഭവങ്ങളും ഇന്ന് പോൽക്കാലം ദൈവാത്മ വെളിപ്പെടുത്തുമ്പോ അത് പ്രാപിച്ചെടുക്കുന്ന വർഷമായി മാറുവാൻ സർവശക്തനായി ദൈവം ഇടയാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട്